ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കാം. നമ്മുടെ ഇന്നത്തെ കഥാപാത്രത്തിന്റെ പേര് ഷിബു എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് ഷിബുവിന്റെ ശബ്ദത്തിലായിരിക്കും. എല്ലാവർക്കും കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൈകുന്നേരം 7 മണിയായപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ഷിബു, നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ വാടക വീട്ടിലാണെന്നുണ്ടെങ്കിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. നീ ഏതായാലും അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുമായിരിക്കും. എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. നീ വേഗം ചെല്ല് എന്ന് മാത്രം അമ്മയൊരു ചാട്ടിയത്തോടെ പറഞ്ഞു. ആദ്യം എനിക്കൊരു ഇഷ്ടമില്ലാത്ത പോലെ ഞാൻ പെരുമാറി. ശേഷം അമ്മ പറഞ്ഞതല്ലേ, ഏതായാലും പോയി ചെയ്തേക്കാം. ഏകദേശം ഒരു 7,000-8,000 രൂപ ഒരു മാസം വാടക കിട്ടുന്ന പരിപാടിയാ. വെറുതെ ചുമ്മാ കളയണ്ടല്ലോ. വീട്ടിലേക്കാണെങ്കിൽ എന്നെ കൊണ്ടാണെങ്കിലും ഒരു ഉപകാരമില്ലെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്തൊക്കെയായാലും ഇതുകൊണ്ടെങ്കിലും ഒന്ന് തീർപ്പാവട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി നേരെ വാടക വീട്ടിലേക്ക്. കഴിഞ്ഞ മാസം അവിടെ താമസിച്ചത് ഒരു കിളവനായിരുന്നു. എനിക്കാണെങ്കിൽ ആ മനുഷ്യനെ കണ്ടേ കൂടാ. എപ്പോഴും കുടിച്ചിട്ട് വന്ന് നല്ല ബഹളവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അവസാന നിമിഷം അങ്ങനെ അടിച്ച് പുറത്താക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അത്. ഇന്ന് ഏത് കിളവന്മാരാണോ വന്ന് കയറിയേക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയായിരുന്നു നിൽക്കുന്നത്. പെട്ടെന്ന് എൻ്റെ വീട്ടിൽ, അതും വാടക വീട്ടിൽ, അത്രയും മനോഹരിയായിട്ടൊരു സ്ത്രീയെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി നിന്ന് പോയി. ഷോ, ഇതാരാണിത്? ഏകദേശം ഒരു 30-35 വയസ്സിനിടയിൽ പ്രായമുണ്ട്. കാണാൻ നല്ല ഉയരമുണ്ട്. പിന്നെ ഉയരത്തിനിട്ടുള്ള ആ ഒരു ശരീരപ്രകൃതവും. സാരിയായിരുന്നു വേഷം. ആ സാരിയിലാണെന്നുണ്ടെങ്കിൽ ഒരു എടുപ്പ് അറിയുന്നുണ്ട്. കഴുത്തിലാണെങ്കിൽ നീളത്തിലുള്ളൊരു സ്വർണ്ണമാല കിടക്കുന്നു. സ്വർണമാണോ അതോ മുക്കബണ്ടമാണോ എന്നറിയില്ല. പക്ഷേ കാണാൻ നല്ല ചേരുണ്ടായിരുന്നു ആ മാലയിട്ട്. ചുരുക്കി പറഞ്ഞ ഒരു തറവാടിയായ നല്ലൊരു സ്ത്രീ എന്ന് മാത്രം പറയാം. ആരും കണ്ടാൽ ഒന്ന് നോക്കി നിന്ന് പോവും. അത്രയ്ക്ക് തലയെടുപ്പായിരുന്നു ആ സ്ത്രീക്ക് ആ നിമിഷം. ഞാൻ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. തൊട്ടടുത്ത് സൈക്കിൾ വെച്ച ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ, എന്തു വേണം എന്ന് മാത്രം എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിട്ടതാണ്. ഇവിടെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാനായിട്ട്. ഈ വീട് എൻ്റെ വീടായിരുന്നു. ഇതാണ് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നത് എന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞു. ആ, മനസ്സിലായി മോനെ, ഏതായാലും ഓ കയറി വാ എന്ന് പറഞ്ഞ് അവർ ആ നിമിഷം ഉണ്ടായിരുന്ന ആ ശൗര്യവും ആ ഒരു കോപത്തോടുള്ള നോട്ടമൊക്കെ നിർത്തി വളരെ സന്തോഷത്തോടെ എന്നെ അകത്തേക്ക് കയറ്റി. മറ്റൊന്നുമല്ല മോനെ, മോൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ ഒരു കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ വന്ന് ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ കയറി വന്നത്. അത് കണ്ട സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നു. അയാളുമായിട്ട് ചൂടായി. അതിനുശേഷം അയാളെ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് മോൻ വന്ന് കയറിയത്. അപ്പം ഞാൻ വിചാരിച്ചു അയാളുടെ ആരെങ്കിലും ആയിരിക്കും എന്ന്. അതാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അവരുടെ ആ പറച്ചിലിൽ ഞാനൊന്ന് തലയാട്ടി. എന്താ മാഡത്തിൻ്റെ പേര് എന്ന് ചോദിക്കുന്ന സമയത്ത്, അയ്യോ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് സരിത, ഞാൻ ഇവിടുത്തെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഒരു ഡോക്യുമെൻ്റ് അസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ വാടകയ്ക്ക് ഒരു റൂം നോക്കിയതാണ്, പെട്ടെന്ന് ഇവിടെ കിട്ടിയതാ, അതാണ് ഇങ്ങോട്ട് തന്നെ പോരുന്നത്. ആ നിമിഷം പറയുന്ന സമയത്ത് ഞാൻ അകത്തേക്ക് നോക്കി. അല്ല, സരിത ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ? മറ്റാരെയും കാണുന്നില്ലല്ലോ? ഫാമിലി ഒന്നും വന്നിട്ടില്ല? ഭർത്താവും കുട്ടികളൊക്കെ എന്നൊക്കെ ഒരു നിമിഷം കൊണ്ട് ചോദിക്കുന്ന സമയത്ത് സരിത ചേച്ചി ഒരു മൗനമായിരുന്നു ആദ്യത്തെ മറുപടി. ശേഷം സരിത ചേച്ചി പറഞ്ഞു, അതൊക്കെ പറയാം, മോനിരിക്കെ എന്ന് പറഞ്ഞ ശേഷം സരിത ചേച്ചി അടുക്കളയിലേക്ക് പോയി. പെട്ടെന്ന് അടുക്കളയിലെ വാതിൽ നിന്ന് സരിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, മോന് കുടിക്കാൻ എന്താ വേണ്ടേ, ജ്യൂസോ അതോ കാപ്പിയോ? എന്തായാലും ഇവിടെ റെഡിയാണ് കേട്ടോ എന്ന് മാത്രം സരിത ചേച്ചി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അയ്യോ സരിത ചേച്ചി ഒന്നും വേണ്ട കേട്ടോ, എനിക്ക് ഒരു ചൂടുവെള്ളം കിട്ടിയാൽ കുഴപ്പമില്ല, അത് മാത്രം മതി എന്ന് പറയുമ്പോൾ സരിത ചേച്ചി ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതന്ന്, ഇന്നാ മോൻ കുടിച്ചേ എന്ന് മാത്രം പറഞ്ഞു. മോനെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡും പിന്നെ കുട്ടികളൊന്നും അങ്ങനെ ആയിട്ടില്ല. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ആള് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. പിന്നെ കുട്ടികൾ ഞങ്ങൾക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ഡിവോഴ്സ് കാര്യങ്ങളുടെ ആ ഒരു വക്കിലെത്തി നിൽക്കുക. ആ ഒരു ലൈഫിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് മാറി താമസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത്. അപ്പം അതാണ് കേട്ടോ എന്ന് മാത്രം അവരൊരു പുഞ്ചിരിയോടെയും ഒരു നിസ്സഹായതയോടെയും പറഞ്ഞു. ഓക്കെ ചേച്ചി, അതിപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് ഓരോന്നും വ്യത്യസ്തമായിരിക്കില്ലേ എന്ന് മാത്രം ഒരു 2 വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തി.
അത് പറഞ്ഞു നിർത്തുമ്പോൾ സരസി ചേച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്തോ അത് ഞാൻ നോക്കി നിന്നു പോയി. ശേഷം ചേച്ചിയെടുത്ത് ഞാൻ ചുറ്റുമൊന്ന് നോക്കി. ശേഷം ചേച്ചിയോട് തന്നെ ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ബാക്കിയുണ്ടോ? അമ്മേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് നോക്കണമെന്ന്. അത് ഞാൻ ചോദിക്കുന്ന സമയത്ത് തന്നെ സരസിജി പറഞ്ഞു, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാത്റൂമിലെ പൈപ്പിന് എന്തൊക്കെ ചെറിയ തകരാറുകളുണ്ട്, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റു. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സരസി ചേച്ചിയുമായിട്ട് ഞാൻ നേരെ കുളിമുറിയിലേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലീക്ക് പൈപ്പിനുണ്ടായിരുന്നു. ആ അത് പറഞ്ഞ് ശരിയാണല്ലോ, ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് ഞാൻ സരസി ചേച്ചി അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സരസി ചേച്ചി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പം ഫ്രീ ആണോ? ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല എന്ന് മാത്രം പറയുമ്പോൾ സരസി ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെ ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ തീരത്തില്ല എന്ന് സരസി ചേച്ചി എൻ്റെ അടുത്തും പറഞ്ഞു. അയ്യോ ചെയ്യാതെങ്ങനെ പോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞ ശേഷം ആ ബാത്റൂമിന്റെ പൈപ്പ് നേരെയാക്കാനായിട്ടൊന്ന് തിരിച്ചു. പെട്ടെന്ന് തന്നെ വെള്ളം ചീറ്റി എൻ്റെ ദേഹത്തേക്ക് തെറിച്ചു വീണു. തൊട്ടടുത്ത് നിന്ന് സരസിക്ക് ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പകുതി വെള്ളവും സരസിച്ചിയുടെ ദേഹത്തും തെറിച്ചു വീണിരുന്നു. ഓ ഇപ്പൊ ആകെപ്പാട് നനഞ്ഞല്ലോ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് സരസി ചേച്ചി ഒരു രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ സോറി ചേച്ചി, ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് ഞാൻ സരസി ചേച്ചിയോട് പറയുമ്പോൾ സരസി ചേച്ചി എന്നെ അടിമുടിയൊന്ന് നോക്കി. ശേഷം പറഞ്ഞു, അയ്യോ കുഞ്ഞെ ഇപ്പം പാല് മുഴുവൻ നനഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പം വെള്ളമെല്ലാം കൂടെ വീണ് ആകെപ്പാട് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ദേ അവിടേക്ക് നോക്കിയേ, ഫുള്ളും നനഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ എടുത്തു തരാം എന്ന് പറഞ്ഞ് സരസി ചേച്ചി അകത്തേക്ക് പോയി. അകത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ഒപ്പം നടന്നു. സരസി ചേച്ചി അകത്തേക്ക് പോയതിനു ശേഷം ഒരു 2 നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. അത് ചേച്ചിയുടെ മാത്രം നൈറ്റ് ഡ്രസ് ആയിരുന്നു. അതൊരു പക്ഷേ രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും തന്നെ. ഇന്ന് അമ്മനെ നീ വേണമെന്നുണ്ടെങ്കിൽ ഇതിട്ടോളൂ, ഇത് ചേച്ചിയുടെയാണ്, പക്ഷേ ഇത് പരിഗമാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇട്ട് നോക്ക്, അത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ടോളൂ എന്ന് മാത്രം സരസിജി എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു നിമിഷം ഞാൻ ആ ഡ്രസ്സ് എടുത്തൊന്ന് നോക്കി. എനിക്കത് ശരിയാവുമെന്ന് തോന്നില്ല, കാരണം അതൊരുപാട് ലൂസാണ്. ഞാനത് ഇട്ട് നോക്കിയ സമയത്ത് തന്നെ എൻ്റെ കാലിന് പാകമാവുന്നില്ല. ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പാവാട പോലെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഞണ്ടുകാല പോലത്തെ കാല് ആ ഒരു പാൻറ്റിൽ പോലും കയറുന്നില്ല. ഡ്രസ്സ് ഇട്ടപ്പോഴാണെന്നുണ്ടെങ്കിലും അത് ഷർട്ട് ആ ബനിയൻ പോലും എനിക്ക് പാകമാവുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ കൊച്ചെ ഇങ്ങനെ, നീ എന്താ ഒന്നും കഴിക്കില്ലേ? അതെല്ലാം ഇട്ടുകൊണ്ട് വന്ന സമയത്ത് സരസിജി എന്നോട് ചോദിച്ചു, എടാ നീ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ, ഇങ്ങനെ കോല് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആമ്പിള്ളേരായി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ വേണ്ടേ എന്ന് സരസിജി എന്നെ തടവിട്ട് പറഞ്ഞു. ശേഷം സരസിജി പറഞ്ഞു, എന്നാ ഈ ജ്യൂസും കൂടെ നീ കുടിക്കേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രിഡ്ജിലുണ്ടായിരുന്ന സരസിജി അടിച്ചു വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് തന്നു. ഞാനത് കുടിച്ചു. ആ സമയത്ത് തന്നെ സരസിജി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഒരുപക്ഷെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കാം ഫുഡൊക്കെ തന്നിട്ട് എന്ന് സരസിജി എൻ്റെ അടുത്ത് ഒരു അറിയാവുന്ന ആളോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ആ നിമിഷത്തെയാണെന്നുണ്ടെങ്കിൽ ആ നിൽപ്പ് കണ്ടിട്ടായിരിക്കും സരസിജി അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി, ഞാനും സരസിജി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നെന്നോ അങ്ങനെ അത് ഒരു വാടക വീടാണെന്നോ ഒരു ചിന്ത സരസിജിക്കും ഇല്ലായിരുന്നു, എനിക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല പരിചയത്തിലുള്ള ആൾക്കാരെ പോലെ അങ്ങനെ പെരുമാറാൻ തുടങ്ങി. അത് എനിക്കും ഇഷ്ടമായിരുന്നു, സരസ് ചേച്ചിയും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആ ഒരു രീതിയിലിരുന്നു. ഞാൻ സരിത ചേച്ചിയുടെ ആ നൈറ്റ് ഡ്രസ്സും ഇട്ടുകൊണ്ട് അവിടെ എല്ലാം നടക്കുന്ന സമയത്ത് സരിത ചേച്ചി എൻ്റെ 2 ഡ്രസ്സും എടുത്തിട്ട് അശയിൽ ഉണക്കാനായിട്ടിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം സരിത ചേച്ചി എന്നോടായിട്ട് വന്ന് പറഞ്ഞു, ഏതായാലും ഈ 2ഉം ഉണങ്ങട്ടെ, ശേഷം അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് മാത്രം സരിത ചേച്ചി എന്നോടായി പറഞ്ഞു. ആ ചേച്ചി പറയുന്നതിനും കാര്യമുണ്ട്, ഇതിച്ചിരി ഉണങ്ങിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലാതെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, അത് വിട്ടുകൊണ്ട് നനഞ്ഞ സ്ട്രെസ് വിട്ടുകൊണ്ട് എങ്ങനെ പോവുക എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ സരിത ചേച്ചിയുടെ ഡ്രസ്സും ഇട്ടുകൊണ്ട് നേരെ പോയത് സോഫയിലേക്കാണ്. അവിടെ ചെന്നിരുന്നു. ശേഷം സരിത ചേച്ചിയും ഒപ്പം എൻ്റെ അടുത്തേക്ക് വന്നു. ആ മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടായിരുന്നു, ഒരു പുഞ്ചിരി. അത് എന്നെ കളിയാക്കിക്കൊണ്ടും ഒരു പുഞ്ചിരിയോടെ മാത്രമായിരുന്നു സരിത ചേച്ചി വന്നത്. അപ്പം തന്നെ ഞാൻ സരിത ചേച്ചി ചോദിച്ചു, എന്താ ഇത്ര ചിരിക്കാനായിട്ട്? ഒന്നുമില്ല, എൻ്റെ ഡ്രസ്സ് ഇട്ട സമയത്ത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് സരിത ചേച്ചി പറഞ്ഞുകൊണ്ട് ചുമ്മാ ചിരിച്ചത്.
എന്നിട്ട് വീണ്ടും സരിചേച്ചി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്ക് എന്നെ കളിയാക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താ ഇത് ഇങ്ങനെ എന്ന് പറയുമ്പോൾ സരിചേച്ചി എന്നെ പറഞ്ഞു, നീ ഇന്നപോലെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പോൾ നിനക്കെല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരേണ്ടി വന്നു. ഇപ്പം ഇന്നിനി പോകാൻ പറ്റുമോ ഈ ഡ്രസ്സൊന്നും റെഡിയാവാതെ എന്ന് സരചി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആകെ ചാൻസ് കുറവാ. ഇന്നിവിടെ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ വീട്ടിൽ നിന്ന് തിരക്കി വരുമല്ലോ, അതും സീനാണ് ചേച്ചി എന്ന് തന്നെ ഞാൻ പറഞ്ഞു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ വിളിച്ച് പറ, ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പതുക്കെ വരത്തോളന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ഫോണും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് നിൻ്റെ വീട്ടിലേക്കുള്ള നമ്പറും കാര്യങ്ങളും ഫോണിൽ സേവാണ്, നീ ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതി, ഇതുപോലെ ഈ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇച്ചിരി ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് മാത്രം പറയാം എന്ന് സരസിച്ചിയുടെ ഉപദേശത്തോടെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അച്ഛനായിരുന്നു എടുത്തത്. അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ കാര്യം പറഞ്ഞു. ആകെ ഉണങ്ങാതെയായിട്ട് നിൽക്കുക, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്, പതുക്കെ പതുക്കെ അങ്ങോട്ട് വരാം, നനവ് വീട്ടുണ്ട്, എനിക്ക് നടന്നു വരാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് കേട്ട സമയം അച്ഛൻ ഓക്കെ പറഞ്ഞു. ഇനി അമ്മയുടെ കാര്യമാണ്, അമ്മയടുത്ത് അച്ഛൻ പറഞ്ഞോളും എന്ന് ഞാൻ സരചേച്ചിയെടുത്ത് പറഞ്ഞു. അപ്പം തന്നെ സരചേച്ചി ഒന്ന് ചിരിച്ചു. നിന്റെ കാര്യം നല്ല കോമഡിയാണല്ലോ കുഞ്ഞെ, ചിരിക്കാൻ കുറേ ഉണ്ട് കേട്ടോ എന്ന് സരചേച്ചി പറയുമ്പോൾ സരചേച്ചി ഞാൻ ശ്രദ്ധിച്ചു. ആൾ നല്ല ബോൾഡാണ്, സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു പക്വതയോടെയാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം ഏജ് ഞാൻ ചോദിച്ചിട്ടെങ്കിലും പക്ഷേ ഒരു 30-35 വയസ്സിനിടയ്ക്ക് ആ ഒരു പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതാണ് കേട്ടോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം സരചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഇച്ചിരി പണിയുണ്ട് കേട്ടോ, ഒരു ചെറിയ തയ്യൽക്കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടത്തുന്നുണ്ട്, കുറച്ച് തുണി ബാക്കി വെച്ചത് ഒന്ന് തയ്ച്ചിടണം, ഞാനൊന്നുകൊണ്ട് ചെല്ലട്ടെ, നീ ഇവിടെ ഇരിക്കില്ലേ എന്ന് സരചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സരചേച്ചി നേരെ റൂമിലേക്ക് പോയി. ആ സമയത്ത് കുറേ സമയമായിട്ടും എനിക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും തുണിയൊന്നും ഉണങ്ങിയിട്ട് അവിടെ നിന്ന് നീട്ടി പോകാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ സരചേച്ചി വാതിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു സൂചിയും നൂലും എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. നീ ഈ സൂചിയിൽ ഈ നൂലൊന്ന് കോർക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലതിന് ശേഷം ഞാൻ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. സൂചിയിൽ നൂല് നുറുക്കുക എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ സരചേച്ചി അത് തന്ന സമയത്ത് അത് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ സൂചി പതുക്കെ പതുക്കെ ആ നൂലും സൂചിയും കൂടെ യോജിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ സരചേച്ചി എന്ത് പറഞ്ഞു, നീ എന്തേ കാണിക്കുന്നത്, ഒന്ന് പെട്ടെന്നാവട്ടെ എൻ്റെ കുട്ടാ, ഇതെന്താ ഒന്നും അറിയത്തില്ലേ സൂചി നൂല് കോർക്കാനൊന്നും? ഞാൻ പറഞ്ഞു, എനിക്കധികം അങ്ങനെയൊന്നും അറിയില്ല ചേച്ചി, ഞാനെല്ലാം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, കൊച്ചുകുട്ടിയല്ലേ ഞാൻ. പിന്നെ കൊച്ചുകുട്ടി കാള പോലെ വളർന്നിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും കൊച്ചുകുട്ടിയാണല്ലേ, ആ ഒരു ചിന്ത മാറിയിട്ടില്ല ചെക്കന് എന്ന് സരചേച്ചി ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അല്ല ചേച്ചി ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ ഞാൻ ചുമ്മാ തള്ളിവിടുന്നുണ്ടായിരുന്നു. ശേഷം എൻ്റെ കയ്യിൽ നിന്നും സൂചിയും നൂലും ചേച്ചി തന്നെ വാങ്ങിച്ചിട്ട് അത് ആ നൂല് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സൂചിയിൽ കോർത്തെടുത്തു. ആ സമയത്ത് ഞാൻ അത്ഭുതം കൊണ്ട് പെട്ടെന്ന് സരചേച്ചി ഒന്ന് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ദേ ഇപ്പം കണ്ടില്ലേ സൂചിയിൽ നൂല് കോർക്കുന്ന എങ്ങനെയാണെന്ന്, ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭാവിയിലായിട്ട് എന്ന് പറഞ്ഞപ്പോൾ സരചേച്ചി ഞാൻ പറഞ്ഞു, ഞാൻ ആ ഭാവിയിൽ തയ്യൽ കടയും കാര്യങ്ങളൊന്നും തുടങ്ങുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് സരചേച്ചിയോട് ചോദിക്കുന്ന സമയത്ത് സരചേച്ചി എന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല എൻ്റെ കുട്ടാ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. നിനക്കിപ്പോൾ നിന്റെ പാൻ്റൊന്ന് കീറി, ആ സമയത്തൊന്ന് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ നിനക്ക് തന്നെ കൊള്ളാം, അങ്ങനെ തയ്യൽക്കട തുടങ്ങണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു നിമിഷം സരചേച്ചി എന്ന ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരചേച്ചി തയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാതിലൊന്ന് കുറ്റിയടിച്ചു. ശേഷം എടാ ഞാനിപ്പം വരാവേ എന്ന് മാത്രം ഒന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയം ഞാൻ ആ സോഫയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് സരചേച്ചി ഡ്രസ്സെല്ലാം മാറി പുതിയൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. എടാ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സരചേച്ചിയോട് പറഞ്ഞു, സൂപ്പറാണല്ലോ, ഇതെങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ ഞാൻ തയ്ച്ചിപ്പുണ്ടാക്കിയതാ, എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടോ കാണാൻ?
ഞാനത് നോക്കി നിൽക്കുന്ന സമയത്ത് സരിച്ചിക്ക് നല്ല ടൈറ്റായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കുറച്ച് സ്വല്പം ടൈറ്റായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ആ നിമിഷം സരിത ചേച്ചി എന്നോടായിട്ട് തന്നെ പറഞ്ഞു, എടാ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ആളുകൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഇച്ചിരി ടൈറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇത് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ അവിടത്തേക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടിമുടി ഒന്ന് നോക്കി, എവിടെങ്കിലും ഇറക്കക്കുറവുണ്ടോ, അതോ ഇനി ലെങ്ത് കറക്റ്റായില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നോക്കുന്ന സമയത്ത് എനിക്കെന്തോ കുറച്ചുകൂടെ ടൈറ്റായിട്ട് തന്നെ തോന്നിയത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് ലൂസായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും, ചേച്ചിക്ക് കുറച്ച് ഫിറ്റായിരിക്കും. അപ്പം ചേച്ചിക്കും കുറേ ഡൗട്ടും കാര്യങ്ങളും തോന്നി ഞാനങ്ങനെ പറയുമ്പോൾ. പെട്ടെന്നൊരാള് അങ്ങനെ പറയുന്നൊന്നും ചേച്ചി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ സരിത ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ മൊബൈലിൽ 2 ഫോട്ടോ എടുത്താ ഞാൻ നോക്കട്ടെ എവിടെയാണ് ടൈറ്റും അങ്ങനെ ലൂസാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എന്ന് പറഞ്ഞ് സരിത ചേച്ചി എൻ്റെ കയ്യിൽ മൊബൈൽ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ മൊബൈലിലെ ക്യാമറ ഓണാക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സരിത ചേച്ചി ഓരോ പോസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പുഞ്ചിരിയോടെ ഒരു ഫോട്ടോ എടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരിത ചേച്ചി പറഞ്ഞു, എടാ ഇതാ ഇങ്ങനെ ഞാൻ ഈ തോളിൽ കൈവച്ച് ഒന്ന് ചരിഞ്ഞ് നിൽക്കാം, നീ അതും കൂടെ ഒന്ന് എടുത്താ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ തോളിൽ ചേച്ചി ഇങ്ങനെ ചരിഞ്ഞിട്ട് തല അല്പം താഴ്ത്തിയിട്ട് ഇങ്ങനെ നോക്കാം, ശേഷം ചേച്ചി ഇങ്ങനെ പോസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞ് ഞാനൊരു ഉപദേശം കൂടെ കൊടുത്തു. അപ്പം സരിത ചേച്ചി അതെല്ലാം കേട്ട് അതേ രീതിയിൽ തന്നെ അന്ന് ചെയ്തു തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരിത ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ഇപ്പം എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, ഏതായാലും ഒന്ന് നോക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തയ്ക്കണ്ട, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തേരെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പം സരിത ചേച്ചിക്കും എൻ്റെ ഉപദേശം പറയുന്നത് ഒന്ന് സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ സരിത ചേച്ചി ആ ഒരു പോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് നോക്കി ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അല്പം കുറച്ച് ടൈറ്റ് ഉണ്ടാ, അത് ഞാൻ എന്തെങ്കിലും ചെയ്തെടുക്കാം, അതല്ലേ നല്ലത്. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, കുറച്ച് ടൈറ്റ് ഉണ്ട്, അത് സെറ്റാക്കി എടുത്താൽ മതി എന്ന് ഞാൻ സരിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആ സോഫയിൽ പോയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സരിച്ചിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ശേഷം എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, പിന്നെ നീ എടുത്ത ഫോട്ടോസിനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഈ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി അടിപൊളിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ സൂപ്പറാണല്ലോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ സരിത ചേച്ചിക്ക് വീണ്ടും ഡൗട്ട്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിന്നെ ഓരോരുത്തർക്കും നോക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ, എന്താ ചേച്ചി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ചുമ്മാ ഞാൻ പറഞ്ഞേടാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, പിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ആഗ്രഹം അത് ഏതൊരു സ്ത്രീക്കും ഉണ്ടായിരിക്കുമല്ലോ, അതേ എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് മാത്രം സരിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സരിത ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്കൊരു കൊതി തോന്നി. അപ്പോൾ തന്നെ ഞാൻ സരിത ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചിയുടെ ആ ഒരു ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളുടെ കാരണം. പെട്ടെന്ന് സരിത ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, അയാളൊരു നല്ല മദ്യപാനിയായിരുന്നു, പിന്നെ രാത്രിയിൽ കുടിച്ചിട്ട് വരും, കുടിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാട് ബഹളവും അതും ഇതും എല്ലാം തന്നെയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല, അതൊക്കെ തന്നെയായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ അയാൾക്ക് വേറെ ചില ബന്ധങ്ങളും ഉണ്ടായിരുന്നു, അതും എനിക്ക് പറ്റില്ലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആവാന്ന് വെച്ചത്. അതേ കണക്ക് നടന്നു, അത്രേ ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളുള്ളൂ എന്ന് മാത്രം സരിത ചേച്ചി പറഞ്ഞു നിർത്തി. പെട്ടെന്ന് വീണ്ടും ഒരു ആകാംക്ഷ എന്ന പോലെ ഞാൻ ആ ചോദ്യം കൂടെ ചോദിച്ചു, ചേച്ചി ഇനി ആരെങ്കിലും വിവാഹം കഴിക്കുമോ, ഇനി ഒരു കണക്ഷനോ എന്തെങ്കിലും ഒരു കാര്യം ചേച്ചിയുടെ ലൈഫിലുണ്ടാവോ, ഇതെന്താടാ ഇൻ്റർവ്യൂ വല്ലതും നീ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കുന്നു എന്ന് സരിത ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് അറിയാനൊരിതുകൊണ്ട് എന്ന് മാത്രം കൊണ്ട് പറഞ്ഞപ്പം സരിത ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ നോട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മുടെ അടുത്ത് ഒരു നല്ല രീതിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അതിപ്പോൾ കല്യാണം കഴിക്കണമെന്നില്ലല്ലോ, നമുക്ക് നല്ലൊരു റിലേഷൻ ആയാലും മതിയല്ലോ എന്ന് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നമുള്ളൂ, മറ്റൊന്നും എനിക്കില്ല എന്ന് സരിത ചേച്ചി എന്നോടായി പറഞ്ഞു നിർത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അതെല്ലാം ചിന്തിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ പോലെ തോന്നിയിരുന്നു, സരിത ചേച്ചി ഇനി ഒരാളെ കൂടെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി പറയുന്ന കണക്ക് ഇങ്ങനെ ഒരു റിലേഷൻ പോകുന്നതല്ലേ നല്ലത്
ഞാനെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നും ഞാനിങ്ങനെ ചിന്തിച്ചു. ആ ടൈമിലായിരുന്നു സരസ്വതി വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നീ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടല്ലേ എൻ്റെ ചെക്ക എന്ന് മാത്രം സരസ്വതി എൻ്റെ അടുത്ത് പറഞ്ഞു. എടാ, നിന്റെ തുണി ഉണങ്ങിയിട്ടുണ്ടെന്ന് നോക്ക്, പോണ്ടേ, രാത്രി ഇപ്പോൾ സമയം എന്തോയി എന്ന് സരസ്വതി ചോദിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ എഴുന്നേറ്റ് തുണിയെടുത്ത് നോക്കി. അയ്യോ, അതിനകത്ത് നനവ് മാറിയിട്ടില്ല ചേച്ചി, എനിക്കാണെന്നുണ്ടെങ്കിൽ നനഞ്ഞിട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ സരസ്വതി പറഞ്ഞു, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പാലിട്ടുകൊണ്ട് വെക്കോ, അതേ നടക്കത്തുള്ളൂ എന്ന് സരസ്വതി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ വേണ്ട, ഞാനിത് കഴിഞ്ഞിട്ട് പൊക്കോളാം എന്ന് മാത്രം പറയുമ്പോൾ സരസ്വതിയുടെ പുഞ്ചിരി കാണാൻ ഒരു നല്ല ചേലുണ്ടായിരുന്നു. അത് കണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചിയുടെ ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പക്ഷേ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് ചോദിക്കുമ്പോൾ സരസ്വതിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും നാണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കഥ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കഥയുടെ ബാക്കിയും തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.